ഇപ്പൊ വീട്ടിൽ ചെന്നാലും ഭാര്യ എന്നെ അപ്പ ചീത്ത പറയും. ഈ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഭാര്യയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നല്ല സ്നേഹത്തിലാണ്. നിങ്ങൾ അവരോട് ഒരു 15 മിനിറ്റ് എങ്കിലും ഇരുന്ന് സംസാരിക്കാറുണ്ടോ? സാറേ, സംസാരിക്കാനുള്ള സമയം പോയിട്ട് ബാത്റൂമിൽ ഇരിക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടുന്നില്ല. ജോലി തിരക്കാം. രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി 10 മണിയായിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. ശരി, നിങ്ങൾ വീക്കെൻഡിൽ ശനി ഞായർ എങ്ങനെയെങ്കിലും അവരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാറുണ്ടോ? ഇല്ല, പറ്റാറില്ല. കാരണം വയ്യ. തുണി അലക്കാനുണ്ടാവും, വേറെ കുറച്ച് കാര്യങ്ങളുണ്ടാവും, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടാവും. അത് കഴിഞ്ഞ് എങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സമയം എനിക്ക് ഉണ്ടാവാറില്ല. ശരി, അതും പോട്ടെ. ഭാര്യ എന്തെങ്കിലും ജോലി ചെയ്യണ്ടോ? ഭാര്യ വീട്ടിലത്തെ ജോലിയൊക്കെ ചെയ്യാം, അല്ലാതെ പുറത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, ചുരുക്കത്തിൽ പറഞ്ഞ ഭാര്യ എവിടെയും പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഭാര്യ ദേഷ്യപ്പെടാതിരിക്കുകയോ ചോദിച്ചു. അല്ല, അത് ശരിയായ കാര്യമാണ്. അപ്പൊ നിങ്ങൾ സാധാരണഗതിയിൽ ഈ ജോലി വിട്ട് വീട്ടിൽ പോയാൽ എന്താ ചെയ്യാ? ഞാൻ ചെന്ന് ഇവിടെ വാതിൽ തുറന്നോടനെ ഇവിടെ ഒന്നാമത് എന്റെ നെഞ്ചത്തേക്ക് കയറും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബാഗ് സോഫയിലിട്ട് ഞാൻ ചെന്ന് കിടന്നുറങ്ങും. പിന്നെ 8 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കും, ഭക്ഷണം കഴിക്കും, വീണ്ടും ചെന്ന് കിടന്നുറങ്ങും. ഇതാണ് ദിനചര്യ. അപ്പൊ ആള് പറഞ്ഞു, അവര് നിങ്ങളെ കൊല്ലാത്തത് ഭാഗ്യം. ഒരു കാര്യം ചെയ്യൂ, ഇന്ന് വീട്ടിൽ പോകുന്ന വഴിക്ക് നിങ്ങൾ ഒരു ഡബ്ബയിൽ നിറച്ച് മിഠായി മേടിക്കൂ എന്ന് പറഞ്ഞു. അതെന്തിനാ? മിഠായി മേടിക്കും. അല്ല, എനിക്ക് ഷുഗറാ. അത് കുഴപ്പമില്ല, നിങ്ങൾ മിഠായി മേടിക്കൂ. മിഠായി മേടിച്ചു. ഒരു ബൊക്ക മേടിക്കാൻ പറഞ്ഞു. ശരി, എന്നിട്ട് എന്താ വേണ്ടേ? ഇത് ചെന്ന് ഡോറ് തുറന്ന ഉടനെ ഭാര്യ എന്തെങ്കിലും പറയുന്നേക്കാളും മുന്നേ ഭാര്യ കയറിയിട്ട് ഒരു ഉമ്മ കൊടുക്കണം. ഭാര്യ കയറിയിട്ട് ഉമ്മ കൊടുക്കാനാ. പിന്നെ തന്റെ ഭാര്യ തനിക്കല്ലേ പറ്റുള്ളൂ, എനിക്ക് പറ്റില്ല. അപ്പൊ ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. ശരി, ഉമ്മ കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ടോ ഒരു ഐ ലവ് യു പറയാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അല്ല, എന്തിനും പ്രശ്നമാവും? ഇത്ര കാലം ചെയ്തിട്ട് ഇത്രയും പ്രശ്നമൊന്നുമില്ലേ? ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ആളെല്ലാ ധൈര്യം സമ്മതിച്ച് തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് കുറച്ച് ഒരു ബൊക്ക മേടിച്ചു, മിഠായി മേടിച്ചു, നല്ലൊരു ലഡ്ഡൊക്കെ മേടിച്ചു. ഇത് എടുത്തിട്ട് അദ്ദേഹം കോളിംഗ് ബെല്ല് അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. അടിക്കണോ വേണ്ടെന്ന് ആലോചിക്കണേ, എന്താവും അറിയില്ലല്ലോ. കോളിംഗ് ബെല്ല് അടിച്ചു. ഇവര് വാതിൽ തുറന്ന ഉടനെ തന്നെ റെഡി ആയിട്ട് നിൽക്കുക. പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്തു? വേഗം ചാടിയിട്ട് ഇവരുടെ കയ്യിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ഈ ഒരു മിഠായി പൊതി അവിടെ കയ്യിൽ വെച്ച് കൊടുത്തൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വേഗം റൂമിലേക്ക് പോയി. കാരണം എന്ത് സംഭവിക്കുന്നുള്ളത് അറിയില്ലല്ലോ. ഇവര് കുറച്ചു നേരം ഷോക്കായി. കാരണം കല്യാണം കഴിഞ്ഞ് 2.5 കൊല്ലത്തിനിടയ്ക്ക് വെച്ച് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല. ഇതുവരെ ഒരു ഗിഫ്റ്റ് പോയിട്ട് ഒന്നും മേടിച്ചു തന്നിട്ടില്ല. അവരാകെ ഞെട്ടിത്തരിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭർത്താവ് വാതിലിന്റെ ഇടയിൽ കൂടെ നോക്കി. ഇവരെന്തോ ഒന്നും പറയാതെ അവര് അതേ സ്ഥലത്ത് നിൽക്കുക. സ്റ്റക്കായി. കുറച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ വിലാസിനി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, നിങ്ങൾക്ക് ഭ്രാന്താ മനുഷ്യ. ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഉൾക്കൊണ്ട വ്യക്തികൾ ജീവിതത്തിൽ വിജയിക്കും. ആർസിയം നിങ്ങളുടെ ജീവിതത്തിൽ വരാവുന്നതിൽ ഏറ്റവും വലിയ മാറ്റമാണ്. ആ മാറ്റം ഉൾക്കൊണ്ട വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്ര നേരം സംസാരിച്ച്. നിങ്ങൾക്ക് ഈ ഓണത്തിന് ആ മാറ്റം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. വിഭവസമൃദ്ധമായിട്ടൊരു സദ്യ ജീവിതകാലം മൊത്തം ഉണ്ടിട്ടും അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ